അയ്യോ, ആരെയും മഹാപാപം ചെയ്തത്? എന്റെ ഈശ്വര. എന്റെ ദൈവമേ. അമ്മ സാധനങ്ങളെല്ലാം വില കുറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോളി. കൈ ഒന്ന് പിടിക്കും മോനെ. ആ ആ അതാ ഞാൻ തിരുവനന്തപുരത്ത് പോയിരുന്നു, ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് കിട്ടുമോ മോനെ? എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മോനെ രാജ, ഇന്നലത്തെ അരി വേണ്ടട്ടാ, നല്ല അരി തന്നോളി. കുട്ടികളൊന്നും കഞ്ഞി കുടിക്കുന്നില്ല. വെറുതെ അല്ല ഇതിനൊക്കെ പ്രാന്തായത്, അല്ലെങ്കിൽ തങ്കോസ്മ കഞ്ഞാക്കി കുടിച്ചാനെ. സഞ്ചാറ്റിക്കോളി, ഇന്ന് ഈ അരി കൊണ്ടിക്കോളി, നാളെ നല്ല അരി കൊണ്ടുപോട്ടാ. ഇതാ മോനെ. എന്താടാ, വിശക്കുന്നുണ്ടാ? ഇപ്പൊ തരട്ടാ. ഒന്ന് നിർത്തുന്നുണ്ടാ? എന്താണമ്മേ? എടാ സൈനുദ്ദീനെ, കാലായില്ലേ? വാ മോനെ, ഇരിക്കേ, ഇപ്പൊ തരട്ടാ. ഒന്ന് നിർത്തുന്നുണ്ടങ്ങള്? എന്ത് എടാ ഒന്ന് നിർത്തുന്നുണ്ടാ? എന്നാ മോനെ.
ഓരോരുത്തരായിട്ട് കാണിക്കും മക്കളെ. അതിപ്പോ പോവും. മോനെ ദാ. എനിക്ക് എന്താണാവോ നിങ്ങളെ കാണുമ്പോ എന്റെ അമ്മയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ അതേ ചായയാണ് എന്റെ അമ്മക്ക്. അതിനെന്താ, സ്വന്തം അമ്മയായിട്ട് തന്നെ കണ്ടാ മതി. കുറച്ച് കഞ്ഞുകൂടി എടുത്തോളി. എന്താ മോളെ ഈ കഞ്ഞി കുടിക്കാൻ വരാഞ്ഞത്? നിക്ക് ചേച്ചി, അവരിപ്പൊ വരും എന്റെ മോളെ പെണ്ണ് കാണാൻ. അയ്യോ, അവര് ഇന്നല്ലല്ലോ വരാന്ന് പറഞ്ഞത്, അടുത്ത മാസം 10-ാം തീയതി അല്ലേ. അവര് വന്നോളും. മോള് ഈ കഞ്ഞി കുടിക്ക്, കരയല്ല. എന്താ മോനെ, കുറച്ചും കൂടി നേരത്തെ വന്നൂടെ? പിന്നെ കാറിലല്ലേ വരുന്നത്, വേഗത്താൻ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ചേച്ചി, ഇന്നൊരു പെണ്ണ് കാണാൻ വന്നില്ലേ? എന്തിനാടാ എന്നെ കരയിപ്പിക്കണേ? ചേച്ചി പേടിക്കണ്ട കേട്ടോ, നമുക്ക് വേറെ നല്ല ചെക്കന്മാരെ കണ്ടെത്താം. അല്ല അമ്മൂമ്മേ, ഞാൻ ഈ സ്കൂൾ പഠിത്തം നിർത്തിയാൽ എന്തെന്ന് ആലോചിക്ക. ദിവസം കുപ്പി ഇറക്കാൻ പോവാലോ. ഓ, ഇതാപ്പൊ നന്നായത്. അല്ലാണ്ട് ആഴ്ചയിൽ 2 ദിവസം പോയിട്ട് വരുമാനം കുറവാണെന്ന്. എടാ പൊട്ട, നീ തന്നെയല്ലേ പറഞ്ഞത് എന്നെങ്കിലും നിന്റെ ആൾക്കാരെ നിന്നെ തെരഞ്ഞു വന്നിട്ടുണ്ടെങ്കിലേ കറുത്ത കന്നഡ വെച്ച് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. അത് ഓർക്കുമ്പോഴാ സങ്കടം. അമ്മൂമ്മ മോനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ഷർട്ടാണോ? എന്നെങ്കിലും മോനെ ആരെങ്കിലും തെരഞ്ഞു വന്നാൽ ഒരു അടയാളം വേണ്ടേ? ഇതോ? അമ്മൂമ്മയ്ക്കേ മോനെ തോണിന്ന് കളഞ്ഞു കിട്ടിയപ്പോ പൊതിഞ്ഞിരുന്നതാണ് നിസ്കാരപ്പടം. അല്ലാതെ അമ്മൂമ്മയ്ക്ക് ആരും അറിയില്ല. എന്നെ വേണ്ടായിട്ടല്ല അമ്മൂമ്മ എന്നെ കളഞ്ഞത്. പിന്നെ അവരെന്നെ തെരഞ്ഞു വരുമോ? മോൻ വിഷമിക്കണ്ട. എല്ലാറ്റിനും അമ്മൂമ്മല്ലേ മോന്. മോനെ, നീ ഉറങ്ങിയോ? ഇല്ല അമ്മൂമ്മ. എന്തേ? ഒന്നുമില്ല, അമ്മൂമ്മ ഓരോന്ന് ഓർത്തതാ. അല്ല,
ഞാനെങ്ങാനും മരിച്ച എൻ്റെ കുട്ടിയൊക്കെ ആരാണ്ടാവുക? അമ്മൂമ്മ എന്താ ആളെ പേടിപ്പിക്ക? മോനെന്തിനാ പേടിക്കണേ? അമ്മൂമ്മ മരിച്ചാലും ആരുമില്ലാത്തവർക്ക് ദൈവം കാവലുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, വെറുതെ പാതിരാത്രിക്ക് ആളെ പേടിപ്പിക്കാനായിട്ട്. അമ്മൂമ്മ എന്താ പോയില്ലേ? അമ്മൂമ്മ ഞാൻ പോവാട്ടോ, ഇന്ന് സ്കൂളില്ല. നേരത്തെ പോയാലേ 10 കുപ്പി കിട്ടും. അമ്മൂമ്മേ, അമ്മൂമ്മേ ഇന്ന് പോണില്ലേ? അമ്മൂമ്മേ, 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 അമ്മൂമ്മേ. ഇന്നലെ കണ്ടിരുന്നില്ലേ? ഒന്ന് മാറിയ മോനെ ഒന്നിട്ട് മാറിക്കാം. പൈസ കൊറേ കഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് പോയതൊക്കെ വെറുതെ ആയി. എന്താപ്പോ ഓരോരുത്തർക്കും ഓരോന്ന് കണക്കാക്കണതല്ലേ, എന്ത് ചെയ്യാനാ? എന്താ എല്ലാരും പുറത്ത് നിൽക്കുന്ന? കേറി ഇരിക്ക്. ഇന്ന് എന്റെ മോളുടെ കല്യാണം വെച്ചല്ലേ? അതിന് മുഴുത്ത വട്ടാടാ, പോരെ. ഇതിന്റെ രാജ്യം ഏതാണ്? രാജ്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെതെന്താ ഇങ്ങനെ? അതങ്ങനെയാണ്. ആ, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ശല്യമായപ്പം അവരെ പിടിച്ച് പുറത്താക്കിയതാ. അല്ല, അപ്പൊ അവർക്ക് വിവരം അറിയിക്കണ്ടേ? ആ, ആരെ വിവരിക്കാൻ? അവരൊക്കെ എന്നോ ചത്തുപോയി. അല്ല, എല്ലാരും ഇങ്ങനെ കൂടിന്നാ മതിയാ? ഇനിയിപ്പോ കുഴിച്ചിട്ട് എന്താ മാർഗം? അതിന് പൈസക്ക് എന്താ ചെയ്യാ? പൈസ വേണമെങ്കിൽ പിരിവെടുക്ക തന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്താ മാർഗം? ഇത്രയും കാശ് നിന്റെ തന്നെ ആണോടാ? നീ കൊണ്ടുപോയൊരു വണ്ടി വേണ്ടേ? ആ വണ്ടിക്കാരോട് സംസാരിക്കാം. വരി, ഒന്ന് തന്നെ. താനൊരു ഉപകാരം ചെയ്യണം. എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? ആരെങ്കിലും മരിച്ചാ? ആ നാണിത്തള്ള മരിച്ചു. അയ്യോ, പിരിവിനാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 5 പൈസ ഇല്ലല്ലോ. അതെ, പിരിവിനൊന്നല്ല, ഈ വണ്ടിയിൽ ആ ബോഡി ഒന്ന് ശ്മശാനം വരെ കൊണ്ടുപോകണം. അതിന് ചെലവും തരാം. ഈ വണ്ടിയിൽ ശവം കൊണ്ടുപോകാൻ പറ്റൂലട്ടാ. അല്ല, ശവം കയറ്റാൻ വേണ്ടി കണ്ടൊരു വണ്ടി. ഇനിയിപ്പൊ എന്താ ഈ മാരണം നമ്മൾ ചെയ്യ?
കഞ്ഞിയും പോയി. ഇന്നോളം വിശപ്പാറ്റിയ നെല്ലരി കഞ്ഞിക്കുള്ളിൽ കണ്ണുനീർ കടത്തിന്റെ കയ്പുകൾ കടുക്കുന്നു. ഇന്നു ഞാൻ കണ്ണാൽ കണ്ട മാനുഷകോലത്തിന്റെ എല്ലിലോ വിശപ്പിന്റെ വേർപ്പുനീർ തുറിക്കുന്നു. മോനെ ബാബുട്ടി, നീ എന്തിനാ കരയുന്നത്? അമ്മ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അറ്റ പട്ടിണിപ്പിറ എങ്ങും എപ്പോഴും ഒരു കുഞ്ഞിന്റെ നിലവിളി. ഏങ്ങുന്ന കാറ്റിൽ മൃത്യുരക്ഷസിൻ കൊലച്ചിരി. ഏങ്ങുന്ന കാറ്റിൽ മൃത്യുരക്ഷസിൻ കൊലച്ചിരി. ഹും